സത്യനിഷേധിയായ മനുഷ്യനെ മരിപ്പിക്കുമ്പോൾ മർദ്ദിക്കാനും ആക്രമിക്കാനും അതിക്രൂരമായി ആക്രമിക്കാനും വേണ്ട ആയുധങ്ങൾ ഉണ്ടാവും. ആ ആയുധത്തിന്റെ ശക്തി, അതിന്റെ ഘനവും ഒന്ന് നാം അറിയണം. അവരുടെ കയ്യിലുള്ള ആ ഇരുമ്പിന്റെ ആയുധം ഹദീദ് എന്ന് കാണുന്നു. ഇരുമ്പിന്റെ ബന്ധം, ഇരുമ്പിന്റെ ശക്തിക, അത് ഞാൻ ഭൂമിയിൽ ആ മലക്ക് ഒരു മലക്കാത്ത വെച്ചു. ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യൻ, സർവ്വ ജിന്നുവർഗവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ ഇരുമ്പിന്റെ വടി പൊക്കാൻ ശ്രമിച്ചാലും ആ കടവ് സ്വല്പം പോലും ഭൂമിയിൽ നിന്ന് പൊക്കാൻ കഴിയില്ല എന്ന് അത്രയ്ക്ക് ഘനമുള്ള ആഴമുള്ള ഇരുമ്പിന്റെ ചുറ്റികയും വടിയുമാണ് ഈ വരുന്ന മലക്കുകളുടെ കൈവശമുള്ളത്. അപ്പോൾ ഇവരെ രൂപം കണ്ട് തെറ്റിപ്പറിച്ചത്, അതോടൊപ്പം തന്നെ ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ കണ്ട് തെറ്റിപ്പറിക്കുന്ന ഈ മനുഷ്യന്റെ മുഖം പുറത്തു വരികയാണ്. അപ്പോഴാണ് പുറത്തു വരാണ്ടാകുമ്പോ ഈ കനമുള്ള ഭാഗമുള്ള ചുറ്റിക കൊണ്ട് എന്ത് ചെയ്യും? ഈ മരിച്ചാൻ കിടക്കുന്ന മനുഷ്യന്റെ മുഖത്ത്, അതേപോലെ തന്നെ അവരുടെ പിൻഭാഗത്ത് തുരുതുരാണ് ഇടതടവില്ലാതെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മലക്കല്ല എവിടെ കൂടി എന്നാ പറഞ്ഞത്, അവിടെ അടിക്കുന്ന പറഞ്ഞത്. അപ്പോൾ അയാളെ മരിപ്പിക്കാൻ വന്നിട്ടുള്ള മലക്കുള്ളിന്റെ അകമ്പടിയായി വന്നിട്ടുള്ള അവിടെയുള്ള എത്ര എണ്ണമാണ് നമുക്കറിയില്ല. അള്ളാഹുവിനെ മാത്രം അറിയുന്ന ആ മലക്കുകളുടെ എണ്ണം എത്രയോ, ആ മലക്കുകൾ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ചുറ്റും നിന്ന് തുരുതുരാതെ തള്ളുന്നത്. എന്നിട്ട് അവർ പറയുന്ന പദമെന്താ? എന്നിട്ട് അവർ പറയുന്നത് എന്താ? മലക്കുകൾ കഴിച്ചു കളയുന്ന ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നീ ആസ്വദിച്ചോന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അടിയും ജ്വലിക്കുന്ന അഗ്നിയും തമ്മിൽ എന്താ ബന്ധം? അല്ലെങ്കിൽ ചില തഫ്സീറുകളിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ചില ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ ഇതിന്റെ വ്യാഖ്യാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ആ മലക്കുകൾ ഓരോ തവണ ഈ കാന്തരായ മനുഷ്യന്റെ ശരീരത്തിൽ അടിക്കുമ്പോഴും പ്രഹരിക്കുമ്പോഴും എന്ത് ചെയ്യും? അവന്റെ ആ മുറിവുകളിൽ നിന്ന് ആ മുറിവുകളിൽ തീജ്വാലകൾ ആലിക്കത്തും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നോക്കൂ അതാവൽ ഹരിയേക്ക് കരിച്ചു കളയുന്ന ജ്വലിക്കുന്ന തീനാളങ്ങളുടെ ശിക്ഷ നീ ആസ്വദിച്ചോന്നു. എന്നുവെച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരം ജീവനോടുകൂടി കത്തുമ്പോൾ എത്രമാത്രം വേദനയുണ്ടാകുമോ അത്രയും വേദനയാണ് ആ മലക്കുകളുടെ ഇരുമ്പിന്റെ വടി കൊണ്ട്, ആ മലക്കുകളുടെ ഇരുമ്പിന്റെ ചുറ്റുകൾ കൊണ്ട് അടിയേൽക്കുമ്പോഴുള്ള വേദന എന്നുകൂടി ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാവുന്നത് നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ മറ്റുമൊക്കെ കോഴികളിൽ വർക്ക് ചെയ്യുന്ന പണിയെടുക്കുന്ന ആളുകൾ, പാറ പൊട്ടിക്കുന്ന ആളുകൾ അല്ലെ, ഇരുമ്പിന്റെ ഹാമർ കൊണ്ട് ആര് പാറയിൽ അടിക്കുമ്പോൾ തീപ്പൊടി പാറാകും. ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആര് ഹാമർ കൊണ്ട് ചുറ്റിക്കൊണ്ട് ആര് പാറയിൽ അടിക്കുമ്പോൾ എത്രമാത്രം ശക്തമാകുന്നോ അടി, അതിനനുസരിച്ച് തീ പാറും അല്ലേ? നോക്കുക, അത് തന്നെയാണ് ഇവിടെ മലക്കുകൾ ഇരുമ്പിന്റെ ചുറ്റിയെ കൊണ്ട് ഈ മനുഷ്യനെ അടിക്കുമ്പോൾ എന്നിട്ട് പറയുന്നത് അവർ അടിക്കുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ അഗ്നി ജ്വാലകൾ കടന്നുകൊണ്ടിരിക്കുന്നു. കഴിയുന്ന വേദന, ഈ കത്തുന്ന വേദന ഉണ്ടാകുമെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്റെ കാരണം ഇത്രമാത്രം ഇയാളുടെ തക്കറാർ, മരണത്തിന്റെ വെപ്രാളം കഠിനമാകാൻ ഇങ്ങനെ കഴിച്ചു കളയുന്ന ഈ കത്തുന്ന വേദനയുടെ അടിയിലേക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിൽ അത് നമ്മെ പഠിപ്പിക്കുന്നത് ഓരോരുത്തരും ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള മരണം ആഗ്രഹിക്കാത്ത ഓരോരുത്തരും, ഓരോ വിശ്വാസികളും ഈ ആയത്ത് കാണാതെ മനഃപ്പാഠമാക്കിയിരിക്കണം, നിരന്തരം നോക്കി വെച്ചിരിക്കണം. എന്താണ് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറയുന്നത്? فكيف إذا تخفتهم الملائكة يضربون وجوههم وأدبارهم. മലക്കുകൾ, അല്ലാഹുവിന്റെ മലക്കുകൾ ആ പാപികളെ അവന്റെ മുഖത്തും പിൻഭാഗത്തും തുളുതുരായെന്ന് ഇടതടവില്ലാതെ അതിശക്തമായ രൂപത്തിൽ, ഭീകരമായ രൂപത്തിൽ അടിച്ചുകൊണ്ട് അവന്റെ ജീവൻ പിടിച്ചെടുക്കുന്ന ആ സന്ദർഭത്തിൽ അയാളുടെ പ്രയാസങ്ങൾ, വേദനകൾ എന്തായിരിക്കും എന്നിട്ട് അല്ലാഹു പറയുന്നു, ذلك بأنهم اتبعوا ما أسخط الله.
എന്തേ കാരണം? ഈ മനുഷ്യൻ ഇത്രമാത്രം ക്രൂരമായി മർദ്ദിക്കപ്പെടാനും ആക്രമിക്കപ്പെടാനും കാരണമെന്താണ്? ജീവിക്കുന്ന സമയത്ത് അവൻ മരിക്കുന്നതിന് മുമ്പ് വരെ അള്ളാഹ് കോപിക്കുന്ന മാർഗത്തിലൂടെയാണ് അവൻ സഞ്ചരിച്ചത്. അവൻ വിപറ്റിയത് അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന മാർഗത്തിലൂടെയാണ്. മാത്രവുമല്ല അള്ളാഹുവിന്റെ പ്രീതിയെ അള്ളാഹുവിന്റെ ഇഷ്ടത്തെ വെറുക്കുകയും ചെയ്യുമെന്ന്. അപ്പൊ അവന്റെ അമലുകളെല്ലാം അള്ളാഹു നിഷ്ഫലമാക്കി കളഞ്ഞു. എന്തേ കാരണം? ഇത്തരത്തിൽ ഭീകരമായ രൂപത്തിൽ മരിക്കാനുള്ള കാരണമെന്താണ്? ഇത്തരത്തിൽ ആക്രമിക്കപ്പെടാനുള്ള കാരണമെന്താണ്? ഈ കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അള്ളാഹു പറയുന്നത് നമ്മളും ഈ രൂപത്തിലായിരിക്കും മരിക്കുക. ആഗ്രഹിക്കുന്നു മലക്കുകളുടെ സഹനമേറ്റ് പിന്നീട് അവർ തന്നെ നിലനിർത്തി നോക്കാം. കബറിന്റെ ശിക്ഷകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന വാർത്തകളിലെ ക്ലാസുകളിൽ കബറിലെ ശിക്ഷകൾ പറയുന്നുണ്ട്. അതവിടെ വിശദീകരിക്കാം. ഈ മരിക്കുന്ന സമയത്ത് തന്നെ ഇത്രമാത്രം ഭീകരമാണെങ്കിൽ അതിനുശേഷം എന്തായിരിക്കും? ഇതിനേക്കാളും കരുത്തലാണ്. മരിക്കുന്ന സമയത്ത് എത്ര വേദനയുണ്ടോ, പിന്നീട് അവിടെ നിന്ന് പോകുമ്പോൾ വേദനയുടെ കാഠിന്യം, ശിക്ഷയുടെ രൂപങ്ങൾ, ഭയാനകത മാറിക്കൊണ്ടിരിക്കും, ഭീകരമായിരിക്കുമെന്നാണ്. ആലോചിച്ചിട്ടുണ്ടോ? കബറിൽ എത്രമാത്രം ഭീകരമായി ശിക്ഷിക്കപ്പെടുന്നു അതിനേക്കാളും ഭീകരമായിരിക്കും മനുഷ്യരുടെ ദുഃഖം. അവിടെ എത്രമാത്രം ഭീകരമാണോ അതിനേക്കാളും ഭയാനകമായിരിക്കും നരകത്തിലെ അവസ്ഥകൾ. പോകുന്നതും കാടുകയും കൂടും. എന്തേ ആലോചിക്കാത്തത്? അപ്പോൾ ഇത്തരത്തിൽ മരിക്കാൻ ആഗ്രഹിക്കാതെ നല്ല നിലയിൽ അതിനുശേഷം കൊണ്ടുവെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഓർത്തു വെക്കുക. അള്ളാഹു മരിക്കുന്ന സമയത്ത് അവരെ മർദ്ദിക്കാനും അതേപോലെ തന്നെ അവർ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളോട് ആലോചിച്ച് നോക്കുക. നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തികൾ, അതേപോലെ തന്നെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ, ഇവയൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലാണ്. നമ്മുടെ വസ്തുതകൾ, നമ്മുടെ രൂപങ്ങൾ, നമ്മുടെ ദേശവിധാനങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെയാണോ? ചോദിച്ചു നോക്കുക. അല്ലായെങ്കിൽ പ്രയാസകരമാണ്. നമ്മളിപ്പോൾ അധികവും നമ്മുടെ ജീവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സമയങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന മാർഗത്തിലായിരിക്കുമോ? ചിന്തിച്ചു നോക്കി. നമ്മുടെ വേഷങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെയാണോ? ഇസ്ലാം പറഞ്ഞ പോലെയാണോ നമ്മുടെ വേഷം? ഓരോ നിൽക്കു നോക്കുക. നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്തകൾ, അങ്ങനെ ഓരോ നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു കണക്ക് കൂട്ടി നോക്കുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കും കൂടുതലുണ്ടാവുക. അങ്ങനെ വന്നാലുള്ള അപകടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നന്നായി മരിക്കാൻ ആഗ്രഹിക്കുന്നവർ മരിക്കുന്ന സമയത്തുള്ള സക്കറാത്തിന്റെ കാലിന്, ആ വെപ്രാളത്തിന്റെ കാലിന് ഒന്ന് കുറയണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിനുശേഷം എളുപ്പത്തിലേക്കും സുഖത്തിലേക്കും എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കണമെന്നാണ് ഇവിടെ സൂറത്ത് മുഹമ്മദിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ സംസാരം അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെയായിരിക്കും. നമ്മുടെ വിശ്വാസം അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെയായിരിക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ട എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ നിങ്ങളുണ്ടാകും. ഉണ്ടോ? പലപ്പോഴും അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഓടിക്കുക നമ്മൾ. പിന്നെ എങ്ങനെയാണ് നല്ല നിലയിൽ പഠിക്കാൻ കഴിയുക? ഇവിടെ ഒരു കാഫിറായ സത്യനിഷേധിയായി മനുഷ്യൻ മരിക്കുന്ന രൂപവും അതിന്റെ ഭയാനകതയുമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതിന്റെ ഒരു മറുവശമുണ്ട്. സമാധാനം, ആശ്വാസത്തോടെ നല്ല ഒരു മരണമുണ്ട്. മരണത്തിന്റെ വേദനയിലും സക്കറാത്തിലും ആർക്കും രക്ഷയില്ല. സവാരിയൻ പോലും പ്രയാസപ്പെടുന്നു. പക്ഷേ ഒരു ആശ്വാസമുണ്ട്. അല്ലേ? അതാണ് സവാരിയൻ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞപ്പോ ഉപ്പ സവാരിയൻ എന്താ പറഞ്ഞത്? അവർ നമുക്ക് മനസ്സിലാക്കി, നിന്റെ ഉപ്പാക്ക് ഇന്ന് സുഖത്തെ കഴിഞ്ഞാൽ അതിന്റെ പ്രയാസമില്ലാതാണ്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ഇഷ്ടപ്പെട്ട പോലെ വിശ്വാസം, അള്ളാഹ് ഇഷ്ടപ്പെട്ട പോലത്തെ സംസാരിക്കുന്നു, അള്ളാഹ് ഇഷ്ടപ്പെട്ട പോലെ നടത്തണം, അള്ളാഹ് ഇഷ്ടപ്പെട്ട പോലെ വേഷം ധരിക്കുക,
അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അള്ളാഹിന്റെ ഇഷ്ടം മാത്രം നോക്കി, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളൊന്നും നോക്കാം. അള്ളാഹുവിന് വെറുപ്പുള്ള മാർഗമാണോ ഞാൻ അവഗണിക്കുക? അങ്ങനെ അള്ളാഹിന്റെ ലോകത്തിന്റെ മാർഗങ്ങളിൽ രക്ഷപ്പെട്ട് ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മരിക്കുന്ന സമയത്ത് മാത്രമേ പ്രയാസമുള്ളൂ. അതിനുശേഷം സുഖമാണ്, ആനന്ദത്തിന്റെ സൗഭാഗ്യത്തിന്റെ ലോകമാണ്. അല്ലെ അങ്ങനെ മരിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. അല്ലെ അങ്ങനെ മരിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. പ്രവാചകന്റെ കൂട്ടത്തിലെ ഓരോ സഹായികളും അവർക്ക് ഭാവം നന്മകൾ ചെയ്തവരാണ്. എന്നിട്ട് അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? നമുക്കൊന്ന് ഊഹിക്കാവുന്നതിനും അപ്പോഴാണ് അവരുടെ നന്മകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ പറ്റി തൃപ്തിപ്പെട്ടു. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടു. അല്ലാഹുവിനെ ഇവരും തൃപ്തിപ്പെട്ടു, പരസ്പരം തൃപ്തിപ്പെട്ടു. അതുകൊണ്ടാണ് സഹാബാക്കളുടെ പേര് പറയുന്നത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സഹാബിയെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, പൂർണ്ണമായും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അവരുടെ ജീവിതം മുഴുക്കെ അല്ലാഹു പറഞ്ഞ പോലെയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട പോലെയാണ് ജീവിച്ചത്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രമുഖനായ സഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആരാണ്? ഇതിന്റെ സഹാബികളുടെ കൂട്ടത്തിലെ പണ്ഡിത ശ്രേഷ്ഠനാണ്. അല്ലേ? എന്നാൽ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഒരു സംഭവം റളിയല്ലാഹു കുത്തേറ്റ് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റളിയല്ലാഹു കുത്തേറ്റ് രക്തം ധാരാളം ഒഴുകുന്നു. മരണം ഉറപ്പിച്ച ആ സാഹചര്യത്തിൽ അടുത്ത ഖലീഫ ആരായിരിക്കണമെന്ന ചോദ്യം ഉയർന്നു വന്നു. റളിയല്ലാഹു പറഞ്ഞത് മുആദിനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മുആദിനെ മൂന്നാമത്തെ ഖലീഫയാക്കി ഞാൻ മരിച്ചു പോകുമായിരുന്നു. പരലോകത്തെത്തുന്ന ഉമറേ, നിന്റെ പിൻഗാമിയായി ഈ ഇസ്ലാമിന്റെ ലോകം ഭരിക്കാൻ മുസ്ലിങ്ങളുടെ നേതൃത്വം ആരുടെ കയ്യിൽ കൊടുത്തു ഉമറേ ചോദിക്കുമ്പോ ഞാൻ പറയും, പരലോകത്ത് പണ്ഡിതന്മാരുടെ ഇമാമായ ജ്ഞാനികളുടെ ഇമാമായ മുആദിനെയാണ് ഞാൻ ഏൽപ്പിച്ചത് എന്ന് ധൈര്യസമേതം പ്രധാനത്തോടു കൂടി റബ്ബിനോട് പറയാൻ കഴിയും. പക്ഷേ മുആദ് ചിന്തിച്ചിട്ടില്ല. അതെ, ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഫലസ്തീനിൽ ഖുർആനും അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ദീനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രവാചകന്റെ ജീവിത ചര്യകളും പഠിപ്പിക്കാൻ വേണ്ടി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഫലസ്തീനിലേക്ക് അയച്ചു. അങ്ങനെ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഫലസ്തീനിലെത്തുകയും അവരെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, മതവിദ്യാഭ്യാസം നടത്തിക്കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അതിനകത്ത് അദ്ദേഹത്തിന്റെ 33-ാമത്തെ വയസ്സിൽ ഫലസ്തീനിൽ അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹുവിന്റെ ഈ അവരുടെ നാട്ടുകാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും കോളറ ബാധിച്ച് രോഗം മൂർച്ഛിച്ച് മരിക്കാനായി കടക്കുകയാണ്. മരിക്കാനായപ്പോ അദ്ദേഹം കിബിലയിലേക്ക് തിരിഞ്ഞു കടന്നു. അങ്ങനെ കിബിലയിലേക്ക് തിരിച്ചു കടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചേർന്ന് എനിക്ക് അദ്ദേഹത്തെ കിബില സമൂഹമായി കടത്തി. എന്നിട്ട് അദ്ദേഹം പാടുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആ പാട്ടിന്റെ വരികൾ, ആ സംവിധാനം നാം പഠിക്കുകയുണ്ടായി. ഒന്നും കൂടി ഓർക്കുന്നു. സ്നേഹം എന്റെ കൂട്ടുകാരനായിട്ടുള്ള ഞാൻ ഒരുപാട് കാലമായി കാത്തിരുന്ന എന്റെ കൂട്ടുകാര, സ്നേഹം കൊണ്ടുവന്ന സുഹൃത്തെ, മരണമേ നിനക്ക് സ്വാഗതം എന്ന് പാടിയിട്ടാണ് മരണത്തിന് എതിരേറ്റത്. പറഞ്ഞില്ല, സ്നേഹം കൊണ്ടുവന്ന കൂട്ടുകാരനായിട്ടാണ് മരണത്തെ കണ്ടത്. അങ്ങനെ അദ്ദേഹം ഇതിലേക്ക് തിരിഞ്ഞു കൈകളെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ വാക്കുകളും اللهم تقبل نفسي بما تقبل به نفس المؤمنا اللهم تقبل نفسي എന്റെ നഫ്സിനെ പിടിക്കണമേ, എന്റെ നഫ്സിനെ സ്വീകരിക്കണമേ. بخير ما تقبل به نفس المؤمنا ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ നിന്റെ വാസനെ, നിന്റെ അരുമയെ ഏത് നിലക്കാണോ നീ, ഏത് നല്ല നിലക്കാണോ നീ സ്വീകരിക്കുക,
ആ മുമ്പിനായ മനുഷ്യന്റെ റൂഹിനെ ഏത് നല്ല നിലയിലാണോ, ഏത് ശുദ്ധമായ രൂപത്തിലാണോ നീ സ്വീകരിക്കുക, അതേപോലെ എന്റെ റൂഹിനെ, എന്റെ ജീവനെ അല്ലാഹുവേ നല്ല രൂപത്തിൽ, ഹൈറായ രൂപത്തിൽ പടച്ചവനെ നീ സ്വീകരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥനയുടെ ആശയം? പടച്ചവനെ മുഗ്മിനായ ആളുകളെ എങ്ങനെയാണോ നീ മരിപ്പിക്കുക, എങ്ങനെയാണോ പരലോകത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുക, അതേപോലെ ഹൈറായത് ഹൈറായ എന്റെ ജീവനെ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇത്രയും പണ്ഡിതനായ ആ സഹാബിയോട് ആഗ്രഹിച്ചത് എമ്പാടും അമൽ ചെയ്തിട്ടും പഠിച്ചോടെ നല്ല നിലയിലേക്ക് പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളൊക്കെ എത്ര തവണ പ്രാർത്ഥിച്ചത്, എത്ര തവണ പ്രാർത്ഥിച്ചത്? ഒരു തവണയെങ്കിലും എന്റെ മരണം ഏത് നിലക്കാരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പല നിർണായകമായ ജോലി സംബന്ധമായ കുടുംബപരമായ പല കാര്യങ്ങളിൽ ഒരു തീരുമാനം നാം എടുക്കുമ്പോൾ ഹൈറായനെ നാം എടുക്കാറുള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ എന്തെങ്കിലും ചെറുത് കടന്നു വരുന്നു, അപകടം കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളൊക്കെ മുൻകരുതൽ എടുക്കാറുണ്ട് ആ ചെറുത് ഒഴിവാക്കാൻ വേണ്ടി. ഇവിടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരുന്ന ഈ അപകടത്തെ മോശപ്പെട്ട രൂപത്തിൽ അക്രമവും പാപവും ചെയ്ത മനുഷ്യന്മാരെ മരിപ്പിക്കുന്ന ആ അപകടം ചക്രവാർത്തിന്റെ കാര്യം അല്ലെ, അത് കുറയ്ക്കാൻ വേണ്ടി എന്ത് മുൻകരുതൽ ഞാൻ എടുത്തിട്ടുണ്ടോ? നന്നായി മരിക്കാൻ ആഗ്രഹമില്ലേ? നോക്കുക, ഒരു മുഗ്മിനാണ്, സത്യവിശ്വാസിയായ അല്ലാഹുവിനെ ആരാധിച്ചു ശുദ്ധവിശ്വാസത്തോടു കൂടി ജീവിച്ച ഒരാളെ എങ്ങനെയാണ് മരിപ്പിക്കുക? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു പറയുകയാണ്, الذين تتوفاهم الملائكة الطيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون. الذين تتوفاهم الملائكة الطيبين നല്ലവരായിരിക്കെ, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ, ശുദ്ധഭക്തരായിരിക്കെ, പരിശുദ്ധരായിരിക്കെ അവരുടെ ജീവനെ മനസ്സുകൾ പിടിക്കുമ്പോൾ ആ ശുദ്ധരായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ത്വജികളായിട്ടുള്ള ആ മുസ്ലിങ്ങളെ റൂഹ് പിടിക്കാനായി മനസ്സുകൾ വരും. മനസ്സുകൾ വന്നാലോ അവർ ഈ മരിക്കാൻ കിടക്കുന്ന സ്വലിഹായ മനുഷ്യനോട് പറയുന്നത് സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ട്, ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ നല്ലത് ചെയ്ത കാരണത്താൽ, സൽപ്രവർത്തനം ചെയ്ത കാരണത്താൽ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക. എന്താണ് അല്ലാഹു പറയുന്നത്? സ്വീകരികളായി ഉള്ള ആളുകളെ എത്തിക്കുമ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക ശുദ്ധരായ ആളുകൾ. ആരാണ് സ്വീകരികൾ? മുഫസ്സിരീങ്ങൾ ഖുർആൻ വ്യാഖ്യാനത്തെ പഠിപ്പിക്കുന്നത് ശിർക്ക് ചെയ്യാത്തവരും പാപങ്ങളിൽ നിന്നും വേണ്ട വൃത്തികളിൽ നിന്നും വിട്ടുനിന്ന ആളുകൾ അവരാണ് സ്വീകരികൾ. എന്നിട്ട് നന്മകൾ ചെയ്തവർ അവരാണ് സ്വീകരികൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വീകരികളായി മരിക്കുമ്പോൾ കിട്ടുന്ന ഗുണമെന്താണ്? അള്ളാഹുവിന്റെ മനസ്സുകൾ വന്ന് അള്ളാഹുവിന്റെ സലാം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ റൂഹിനെ പിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരായത്തിൽ സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹുവാണ് ഞങ്ങൾ റബ്ബ് എന്നും അതിനനുസരിച്ചുള്ള അള്ളാഹുവിൽ നേരവണ്ണം വിശ്വസിക്കുകയും അതിനനുസരിച്ച് അമലുകൾ ചിട്ടപ്പെടുത്തുകയും ധാരാളം അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത ആളുകൾ സംബന്ധിച്ചിടത്തോളം അവരെ മരിപ്പിക്കാൻ വരുമ്പോൾ മലക്കുകൾ ആ മരിക്കാൻ കിടക്കുന്ന സ്വാലിഹായ മനുഷ്യനോട് എന്താ പറയുക? സുഹൃത്തിന്റെ ഹരിൽ പറഞ്ഞിരുന്ന അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ സലാമുണ്ട്, അള്ളാഹുവിന്റെ സലാം അറിയിച്ചു കൊടുത്തു, നിങ്ങൾ റബ്ബ് നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. ഇതിനും വലിയ സന്തോഷം നേരത്താമത് അയാൾക്ക് അല്ലേ? ഉദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗം കാണിച്ചു കൊടുക്കും. പേടിക്കണ്ട, നിന്റെ ഈ മരണത്തിന് ശേഷം, ഈ മരണത്തിന്റെ വിശ്വാസത്തിന് ശേഷം സ്വർഗ്ഗമാണ്, നീ പേടിക്കണ്ട, നീ പോന്നോളൂ, നിന്റെ ജീവൻ പുറത്തു കൊണ്ടുക എന്ന് പറഞ്ഞു. ഒരു തടസ്സവും കൂടാതെ ആ ജീവൻ പുറത്തേക്ക് വരാൻ സന്നദ്ധനാണ്. അപ്പോഴാണ്
മലക്കുമോത്ത് ആ റൂഹനെ നല്ല രൂപത്തിൽ പിടിച്ചെടുക്കുന്നു. നോക്കുക, സുഹൃത്ത് മുസ്ലിം നല്ലത് ചെയ്ത ആളുകളെ ജീവൻ പിടിച്ചെടുക്കാൻ വരുമ്പോൾ ആ മലക്കുകൾ ആ മനുഷ്യനെ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. إن الذين قالوا ربنا الله ഞങ്ങളുടെ അല്ലാഹുവാണെന്ന് പറയുകയും ثم استقاموا പിന്നീട് ഞങ്ങളുടെ അല്ലാഹുവാണെന്ന് പറയുകയും അതിനനുസരിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്ത ആളുകൾ മരിക്കാൻ കടക്കുമ്പോൾ അവരുടെ അടുക്കലേക്ക് എന്ത് ചെയ്യും? മലക്കുകൾ ഇറങ്ങി വരും. മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഈ മരിക്കാൻ കിടക്കുന്ന ആ നല്ല മനുഷ്യനോട് പറയുന്നത്, അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ട, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾ അല്ലാഹു നിങ്ങളോട് കരാർ ചെയ്ത, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ വാഗ്ദത്തമായിട്ടുള്ള സ്വർഗം ഇതാ കണ്ടോളി. നിങ്ങൾ സ്വർഗത്തിൽ സുഖിക്കുന്നത്, സ്വർഗത്തിലെ നിങ്ങളുടെ വീട്, സ്വർഗത്തിലെ നിങ്ങളുടെ ഇണകൾ, സ്വർഗത്തിലെ നിങ്ങളുടെ തോട്ടങ്ങൾ, വാഹനങ്ങൾ എല്ലാം ഇതാ ഉണ്ട്, പേടിക്കണ്ട എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ആ മനുഷ്യനെ ജീവൻ പിടിച്ചെടുക്കുന്നത്. ആരാണ് ഇങ്ങനെയും ഞങ്ങൾ അല്ലാഹുവാണെന്നു അതിനനുസരിച്ച് നിലകൊണ്ടവർ ആരാണ്? അവിടെയും മുഫസ്സിരീങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നത്, അഖറത്തുൽ അഖീദ വൽ അമൽ ഫീ വജീഹില്ലാഹി തആല അലാ മാ ശറഅ സുബ്ഹാനഹു വ തആല. അഖറത്തുൽ അഖീദ, അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസം. അത് ഒരു തെറ്റുകുറ്റങ്ങളില്ലാതെ, ശിർക്കുകളില്ലാതെ ശുദ്ധമായി കാത്തുസൂക്ഷിച്ചവർ മാത്രവുമല്ല, വൽ അമൽ ഫീ വജീഹില്ലാഹി തആല അലാ മാ ശറഅ സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് അമൽ ചെയ്യുന്നവർ, സ്വന്തം ഇഷ്ടത്തിനല്ല. ഇസ്ലാം ദീനിന്റെ പേരിൽ ചെയ്യുന്ന അമലുകൾ സ്വന്തം ഇഷ്ടത്തിനല്ല. അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ പോലെ അമൽ ചെയ്യുകയും വിശ്വാസം കളങ്കപ്പെടാതെ, ശിർക്കുകൾ വരാതെ ശുദ്ധിയുള്ളതായി സൂക്ഷിക്കുകയും ചെയ്ത ആളുകളാണ് ഇന്നലെ അവരെ വിശ്വാസം നന്നാക്കിയ, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം അമലുകൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തത്തനസ്സുൽ അലൈഹിമുൽ മലായിക, മരിക്കുന്ന സമയത്ത് മലക്കുകൾ വരും. ആ മലക്കുകളുടെ രൂപം എങ്ങനെയാണ്? അവരുടെ മുഖത്തെ പറ്റി പറയുന്നത് സൂര്യന്റെ പ്രഭയുള്ളവരാണ്. സൂര്യന്റെ പ്രഭയുള്ള മുഖമാണ് അവർക്ക്. അത്രമാത്രം സുന്ദരമാണ്, കാണാൻ തന്നെ വളരെ ആശ്വാസമാണ്. നമുക്കറിയാമോ, നമ്മുടെ കൊച്ചു കുട്ടികൾ, ചില സുന്ദരമായിട്ടുള്ള കുട്ടികളുടെ രൂപം നമ്മൾ വല്ലാതെ ആകർഷിപ്പിക്കാറുണ്ട്. നമുക്കതൊരു കൺകുളിർമയാണ്. നമ്മുടെ കുട്ടികളുടെ ആ മുഖത്താണ് ആ സുന്ദര രൂപം, ആ നിഷ്കളങ്കമായ മുഖം. അതിനേക്കാളും പ്രസന്നവരായിട്ടുണ്ട്. സൂര്യൻ എത്രമാത്രം ശോഭിച്ചു നിൽക്കുന്നുവോ അതേപോലെ കുഞ്ഞിനെ തൂങ്ങി സുന്ദര രൂപികളായിട്ടുള്ള മലക്കുകൾ ഇറങ്ങി വരുന്ന തനസ്സുൽ അലൈഹിമുൽ മലായിക എന്നൊക്കെ പറയുന്നത്, അല്ല തഖാഫൂ, നിങ്ങൾ ഭയക്കണ്ട. എന്നെ കുറിച്ചാണ് അയാൾക്ക് മരിക്കുന്ന ആൾക്ക് ഭയണ്ടാവുക? മരിക്കാൻ പോകുന്ന ആളുടെ ഭയം എന്താണ്? എന്തായിരിക്കും ഭയം?